പ്രൈസ് ഗോഡ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വയലിലെ താമരയെ നോക്കുകയും അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല, എങ്കിലും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് നമ്മളോട് വായിക്കുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ പുല്ലിനെ ഇത്രത്തോളം കരുതുന്നുവെങ്കിൽ അവൻ്റെ മക്കളായ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിത്തന്ന, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിത്തന്ന കർത്താവ് നമുക്ക് വേണ്ടി എത്രത്തോളം കരുതും. എന്തൊക്കെ ഭാരങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ കണ്ണ് തങ്ങളെ ഏകാഗ്രചിത്തരായവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലേക്കും ഓടാടി സഞ്ചരിക്കുന്നു. പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കർത്താവിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല, കാണാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കണ്ണ് കുരുടായിട്ടുമില്ല. നമ്മളെ കാണുന്ന കണ്ണുകൾ, നമ്മുടെ ശബ്ദം കേൾക്കുന്ന ചെവികൾ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരങ്ങൾ നമുക്ക് വേണ്ടി കരുതും. ഈ കരുതുന്ന ദൈവത്തെ, നമ്മളെ വഴി നടത്തുന്ന കർത്താവിനെ, നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ തൃക്കരങ്ങൾ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.